അയ്യോ വണക്കം. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പിണറായി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഇന്ന് നമ്മുടെ പഴയ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുക മാത്രമല്ല, എണ്ണ തേപ്പിച്ച് എടുത്ത് നല്ല ചട്ടിയിലിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തൊഴിച്ച് വറുത്ത് കോരിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടടുത്തിരുന്ന് അഴുവുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, സംഭവം പെട്രോൾ വില വർധന, അതായത് ഇന്ധന വില വർധനയാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത്. ഈ ഇന്ധന വില വർധനവ് ഉണ്ടായതിനു ശേഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റലക്ച്വലായിട്ട് പറയണമല്ലോ. അങ്ങനെ ഇൻ്റലക്ച്വലായിട്ട് പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ ബാലഗോപാൽ അണ്ണൻ വലിയ കാര്യത്തിൽ ഒരു പേനയും ഒരു പെൻസിലും ഒക്കെ എടുത്തുകൊണ്ട് എണീച്ചതാണ്. എണീച്ചിട്ട് നമ്മുടെ ബാലഗോപാൽ അണ്ണൻ വച്ച് കീച്ചി. ഇപ്പോഴത്തെ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഇന്ധന വില കുറയ്ക്കാനായിട്ട് സംസ്ഥാനം എടുക്കുന്ന നികുതി ഉണ്ടല്ലോ. ഈ ഇന്ധനം നമ്മളൊരു 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 115 രൂപയാണ് 1 ലിറ്റർ പെട്രോൾ എന്ന് പറയുന്നത്. ആ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു നികുതി പോവും, വാറ്റ്. പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു നികുതി പോവും. ഇവിടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നികുതി എന്ന് പറഞ്ഞാൽ കുറവാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നികുതി അങ്ങ് കുറയ്ക്കണം. അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കതൊരു ആശ്വാസമാകില്ലേ? ഇന്ധനവില വർധനവ് അതിലൂടെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇൻ്റലക്ച്വലായിട്ട് അങ്ങ് കത്തിക്കയറി വന്നതാണ്. വി ഡി സതീശൻ്റെ ഊഴം വന്നു. വി ഡി സതീശൻ്റെ ഊഴം വന്നപ്പോൾ വി ഡി സതീശൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഒന്ന് കേട്ടു നോക്കാം. ഈ ഡീസൽ പെട്രോളിൻ്റെ വില വർധനവിൻ്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന നികുതി ഇവിടെ ഈ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിൻ്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പോൾ ഉപദേശിച്ചത്? അതാണ് ചോദ്യം. അതാണ് എൻ്റെ ചോദ്യം. പിന്നീട് ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വിലവർധനവുണ്ടായ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 100-500 കോടി രൂപയാണ്. 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. തൃപ്തിയായല്ലോ, ഇവിടെ ഇരുന്നോ എന്നായിരിക്കും സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ബാലഗോപാലിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതേ പോയിന്റ്, അതായത് സംസ്ഥാനം എടുക്കുന്ന നികുതി താങ്കൾക്ക് കുറച്ചുകൂടെ എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാലൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അന്ന് ബാലഗോപാലൻ പറഞ്ഞ ഡയലോഗാണ് വി ഡി സതീശൻ പറഞ്ഞത്, ഞാൻ ഈ മണ്ടത്തരം കാണിക്കില്ല. ബാലഗോപാലൻ ഇരുന്നപ്പോൾ ഇതേ ആവശ്യം പ്രതിപക്ഷം ചോദിച്ചപ്പോൾ ബാലഗോപാലൻ തിരിച്ചു പറഞ്ഞത്, ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എന്ത് മണ്ട ചോദ്യമാണ് എന്നാണ് ബാലഗോപാലൻ അന്ന് പറഞ്ഞത്. ഇവിടെ സംസ്ഥാനത്തെ ജനങ്ങളും സംസ്ഥാനത്തെ മാധ്യമങ്ങളും എന്തിനു പറയുന്നു, ഇവിടെയുള്ള സംഖ്യകൾ പോലും സംസ്ഥാനത്തെ ടാക്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് നിലവിളി കൂട്ടിയപ്പോൾ ബാലഗോപാലൻ അനങ്ങാപ്പറ നയമാണ് സ്വീകരിച്ചത്. അങ്ങനെയുള്ള ബാലഗോപാലൻ ഇപ്പോൾ പറയുന്നത്
വി ഡി സതീശൻ സംസ്ഥാന ടാക്സ് കുറയ്ക്കണമെന്ന്. അന്ന് ബാലഗോപാലൻ പറഞ്ഞത് ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരമായി പോകും എന്ന് പറഞ്ഞു. വേറൊരു കാര്യം പ്രധാനമായിട്ടും നമ്മുടെ വി ഡി സതീശൻ എടുത്തു പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വി ഡി സതീശൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സംസ്ഥാന സർക്കാർ ഇറങ്ങിപ്പോയപ്പോൾ എത്ര കോടി രൂപയാണ് ഖജനാവിൽ മിച്ചമുണ്ടായിരുന്നത് എന്നുള്ളൊരു ചർച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഉണ്ടായിരുന്നു. പിണറായി ഇറങ്ങിപ്പോയപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കയറിയില്ല, അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ കമ്മിക്കുട്ടന്മാരെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നത് കേരളത്തിലെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്, കേരളത്തിലെ ഖജനാവിൽ 2000 കോടി എന്ന് ഉമാർ ആദ്യം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് 4 മൂന്നാമത്തെ ദിവസമായപ്പോൾ ഉമാർ 6000 കോടി എന്ന് പറയുന്നുണ്ട്. എന്തോടെ ഇത് വിജയ് സിനിമയുടെ കളക്ഷനാണ്. 2 ദിവസം കഴിയുമ്പോൾ 100 കോടി വെച്ച് കയറാൻ. എന്തായാലും ഇങ്ങനെ 4000 അല്ല 6000 കോടി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലുണ്ടെന്ന് ഉമാർ പറഞ്ഞപ്പോൾ നമ്മുടെ വി ഡി സതീശൻ ഇന്നൊരു ഗുണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ഈ ഖജനാവിൽ പൈസ കിടക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞില്ല, പക്ഷേ വി ഡി സതീശൻ പറഞ്ഞത് 2893 കോടി രൂപ കൊടുത്തു തീർക്കാനുള്ള പൈസയാണ്. ഇതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ ആർക്കൊക്കെ കൊടുത്തു തീർക്കാനുണ്ട് എന്ന് അന്വേഷിച്ച് വരികയാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ആ പറച്ചിലിനുള്ളിൽ അന്തർലീനമായിരിക്കുന്ന നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളൊരു തത്വം എന്ന് പറയുന്നത്. എന്തായാലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ കഴിഞ്ഞ 11 മാസമായി ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പം ഉണ്ടായ സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആണ് കേരളം. അതെന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ ചോദ്യം ചോദിച്ച ബാലഗോപാലണ്ണൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇടപെടണം. ഈ മാർക്കറ്റിൽ ഇടപെട്ടാൽ മാത്രമേ ഈ വിലക്കയറ്റം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മാർക്കറ്റിൽ ഇടപെടേണ്ടത് ആരാണ്? മാർക്കറ്റിൽ ഇടപെടേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. ആ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് നമ്മൾ 2893 കോടി രൂപ കൊടുക്കാനുള്ളത്. അതിനത് കൊടുത്ത് തീർത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില മാർക്കറ്റിൽ കൃത്യമായി സർക്കാർ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് അത് കുറയ്ക്കണം. അത് കുറയ്ക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വില ഇങ്ങനെ കൂടി പോകുന്നത്. അങ്ങനെ കൂടി പോകുമ്പോൾ ജനങ്ങൾക്ക് വിലക്കയറ്റം അനുഭവപ്പെടും. പിന്നെ കേരളത്തിലേക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് NRI പൈസയാണ്. ഈ ഇറാനും അമേരിക്കയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങിയതിന് ശേഷം NRI പൈസ വരുന്നതിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും കൃത്യമായി നമ്മുടെ വി ഡി സതീശൻ സഭയിൽ പറയുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്താത്തത് അവർക്ക് ഫണ്ട് വേണമല്ലോ, ആ ഫണ്ട് കൊടുക്കണമല്ലോ. ആ ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ പഴം വിഴുങ്ങി മുകളിലോട്ട് നോക്കിയിരുന്നാൽ ആരും മാനവും പൊത്ത് വാരിയും പൊത്ത് ഇട്ട് തരില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇതിനിടയിൽ വി ഡി സതീശൻ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഒന്ന് കണ്ടിട്ട് വരാം. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് 1000 കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്തയിലാണ് യഥാർത്ഥത്തിൽ സിലിണ്ടർ നടക്കുന്നത്. അതിൽ ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിലിണ്ടർ വാഹനത്തിൽ കൊണ്ടുപോയ അനധികൃതമായി കൊണ്ടുപോയ സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിശക്തമായ നീക്കം, ഈ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് വി ഡി സതീശൻ പറഞ്ഞത്. നാഴികയ്ക്ക് 40 വട്ടം ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരും കൊങ്ങിക്കുട്ടന്മാരും കടന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നരേന്ദ്രമോദി ഹോർമൂസ് പോയി തുറക്കണം, നരേന്ദ്രമോദി ഇവിടെ വലിയ അണ്ടാവുണ്ടാക്കി വെച്ചില്ല ഇന്ധനം നിറയ്ക്കാനായിട്ട്. ആ നിശയൊക്കെ ആണെങ്കിൽ മനോരമയെ കിടന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കൂല. എന്തുകൊണ്ട് നമ്മുടെ രാജ്യം പെട്രോൾ കുഴിച്ചെടുക്കുന്നില്ല? ആത്മനിർഭരല്ലേ നിങ്ങളെ പ്രധാനമന്ത്രി പറയുന്നത്? പെട്രോൾ കുഴിച്ചെടുക്കാൻ ഇവിടെ കീര വിത്തിരിക്കണം എന്നാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരു കീര വിത്തുമില്ല. പെട്രോൾ എന്ന് പറയുന്ന സാധനം നാച്ചുറലി ഉണ്ടായി വരേണ്ട ഒരു സാധനമാണ്. അതെന്തുകൊണ്ട് കുഴിച്ചെടുക്കാത്തതെന്ന് ചോദിക്കുന്ന മനോരമയുടെ ഒരു നിലവാരം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അമ്മച്ചി ജേർണലിസം എവിടെ നിന്നാണ് പാസ്സായതെന്ന് എനിക്ക് അറിയാൻ അതിയായ താല്പര്യമുണ്ട്. ഇവന്മാർക്കൊരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, മാസ്കോം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വി ഡി സതീശൻ പറയുന്നത് ഇവിടെ ഇന്ധനത്തിന് ക്ഷാമം എന്ന് പറയുന്നത്, അതായത് ഗ്യാസ് കുറ്റിക്ക് ഒരു ക്ഷാമവും ഇല്ല. ഗ്യാസ് കുറ്റി അത് കരിഞ്ചന്തയിൽ വിൽക്കാതിരുന്നാൽ മാത്രം മതി. ഇതാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നത്. ഗ്യാസ് കുറ്റി കരിഞ്ചന്തയിൽ വിൽക്കരുത്. അങ്ങനെ ഗ്യാസ് കുറ്റി കരിഞ്ചന്തയിൽ വിറ്റ് ജനങ്ങളെ പാനിക്കാക്കി കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ ഗ്യാസ് ബുക്ക് ചെയ്യും. കൂട്ടത്തോടെ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ചെയിനിൽ വലിയ ഇൻറ്ററപ്ഷൻ വരും. അങ്ങനെ സപ്ലൈ ചെയിനിൽ ഇൻറ്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഗ്യാസിന് സപ്ലൈ എന്ന് പറയുന്ന സാധനം അത് തടസ്സപ്പെടും. അതായത് 5 ദിവസം കൊണ്ട് കിട്ടേണ്ട ഗ്യാസ് 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ കിട്ടുകയുള്ളൂ. ഈ ചെയിൻ, അതായത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആ ചെയിനിൽ ബ്ലോക്ക് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും നമ്മുടെ വി ഡി സതീശൻ തുറന്നു പറയുന്ന
ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് സഭയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തൊട്ടപ്പുറത്ത് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരുന്ന് ഉറങ്ങുകയാണോ ഇരുന്ന് അഴിവുകയാണോ എന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പം ശരി.